എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന കർക്കിടക വാവ് ചില രാശിക്കാരുടെ ജീവിതം അത് അപ്പാടെ മാറ്റിമറിക്കും. പറയാൻ കാരണം വലിയൊരു സാമ്പത്തിക നേട്ടം അഥവാ ഈ ഇതിൽ പറയാൻ പോകുന്ന കുബേരയോഗം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ ഈ 2 or 3 പ്രാവശ്യം ഇതിങ്ങനെ ചാക്രികമായി നിങ്ങളുടെ അടുത്ത് വരാം. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം സംജാതമാകാൻ പോകുന്ന ഈ 2 രാശിയിൽ വരുന്ന 6 നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ഇതിൽ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ വരുന്ന കർക്കിടക വാവ് ഓഗസ്റ്റ് മാസം 12-ാം തീയതി ബുധനാഴ്ചയായിട്ടാണ് വരുന്നത്. എന്നാൽ ഇതിന് തൊട്ടു മുൻപ് ശനി വക്രത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ അസാധാരണമായിട്ടുള്ള കുബേരയോഗം നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുക തന്നെ ചെയ്യും. അവർ പക്ഷേ വലിയ കോടീശ്വരന്മാരൊന്നും ആകാൻ സാധിച്ചില്ലെങ്കിൽ പോലും പണം കണ്ട് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ പണമാകാം, അല്ലെങ്കിൽ പൂർവിക സ്വത്താകാം, അതുമല്ലെങ്കിൽ വലിയൊരു തുക ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള അതോറിറ്റികളിൽ നിന്നൊക്കെ ഈ പറഞ്ഞതുപോലെ കെട്ടിക്കിടക്കുന്ന ആ ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനും മതി. ഈ പറഞ്ഞതിൽ ഏത് എന്ന് ഇവിടെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കില്ലെങ്കിലും ഈ പറഞ്ഞതിൽ ഒന്ന് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. ഇനിയൊരു പക്ഷേ ഞാൻ പറഞ്ഞതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് വളരെ ചെറിയ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സാമ്പത്തിക ഉയർച്ച ഉണ്ടായുള്ളൂ എന്ന് വെച്ച് എന്നോട് നിങ്ങൾ പരിഭവം വിചാരിക്കരുത്. ഇവിടെ ഈ കവടി പലകയിൽ കാണുന്നത് ഞാൻ അങ്ങോട്ട് പറയും, അത്രയേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വരുന്ന കർക്കിടക വാവ് കേവലം വെറും ഒരു സാധാരണ വാവായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. പറയാൻ കാരണം നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതിൽ അത്ര വിശ്വാസമില്ലെങ്കിലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് 100% സത്യമുള്ളതാണ്. അതായത് എത്ര ഭാഗ്യമില്ലാത്തവർക്കാണെങ്കിൽ പോലും അവരവരുടെ പിതൃക്കളെ പ്രീതിപ്പെടുത്തി അവരുടെ അനുഗ്രഹം വാങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങളുടെ എത്ര വലിയ നിർഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം മാറി ഭാഗ്യത്തിൻ്റെ വഴി ഉറപ്പായിട്ടും തുറക്കപ്പെടും. പ്രത്യേകിച്ചും ഈ വരാൻ പോകുന്ന വാവ്, അതായത് വാവുകളിൽ വെച്ച് ഏറ്റവും വലിയ വാവായ കറുത്തവാവ് ദിനങ്ങളാണ് ഇനി സംജാതമാകുന്നത്. ഇത് ഈ പിതൃക്കൾക്ക് മാത്രമായിട്ടുള്ള അവരുടെ ദിവസങ്ങളുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, കർക്കിടക വാവിന് പിതൃക്കൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരു തർക്കവുമില്ല. ഈ പിതൃക്കളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പൂജാ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നത്. നമ്മുടെ പൂജാ കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കി ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ കർക്കിടക വാവ് ഫലങ്ങളിലേക്ക് കടന്നു പോകാം. ഈ വരുന്ന കർക്കിടക മാസം 15-ാം തീയതി മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, 3 കാര്യങ്ങളാണ് ഇവിടെ പൊടുന്നനെ സംഭവിക്കാൻ പോകുന്നത്. 1 കർക്കിടക വാവ്, 2 ശനിയുടെ വക്രഗതി, 3 അതിനോടൊപ്പം തന്നെ മൃത്യുഞ്ജയ ഹോമം. അപ്പോൾ ഇത് 3ഉം കൂടി ഒരേ കാലയളവിൽ സമ്മേളിക്കുമ്പോൾ എത്ര വലിയ ദോഷങ്ങൾ അല്ലെങ്കിൽ എത്ര വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരാൾക്കുണ്ടെങ്കിൽ പോലും തീർച്ചയായും അതിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾക്ക് കൈവന്നിരിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഃഖ ദുരിതങ്ങളിൽ നിന്നെല്ലാം യാതൊരുവിധ ആയാസവുമില്ലാതെ രക്ഷപ്പെടാനുള്ള ഒരു ജാലകം നിങ്ങൾക്ക് ഇവിടെ തുറന്നു കിട്ടുകയാണ്. ഇത് പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന മൃത്യുഞ്ജയ ഹോമത്തിന് നമ്മൾ സാധാരണ ചെയ്യുന്ന മൃത്യുഞ്ജയ ഹോമത്തേക്കാൾ ഡബിൾ ഇരട്ടി ശക്തിയാണുള്ളത്. അതുമാത്രവുമല്ല, സർവ്വ ജീവാത്മാക്കളും അവരുടെ ഭൂമിയിലെ ജീവിത അവസാനം കൈലാസനാഥൻ്റെ മുന്നിൽ വന്ന് വണങ്ങി ഭഗവാനെ വലം വെച്ച് സായുജ്യമടയും എന്നാണ് ആ ഒരു വിശ്വാസം. ഇത് കേവലം വിശ്വാസമാണെങ്കിലും നിങ്ങളുടെ പിതൃക്കൾ ഇതുപോലെ വലം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൂട്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കാൻ പിന്നെ കഴിയില്ല. അതെന്തുകൊണ്ടെന്നാൽ പരമശിവൻ്റെ അനുഗ്രഹം കിട്ടിയവരെ പിതൃക്കൾക്ക് യാതൊരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല.
അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്ന സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ മതമോ ഇതിനൊരു തടസ്സമാകില്ല. പറയാൻ കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്ന് വേണ്ട സകല ജ്യോതിർഗോളങ്ങളെയും നിയന്ത്രിക്കുന്നത് പ്രപഞ്ചശക്തിയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചത്, നിങ്ങൾ ചെറുപ്പക്കാർ ഇതൊരു പക്ഷേ വിശ്വസിച്ചില്ലെങ്കിൽ പോലും പ്രപഞ്ചശക്തിയെ തടുക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് അസന്നിഗ്ധമായി ഇവിടെ പറയാൻ കാരണം. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നു പോകാം. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനും കർമ്മങ്ങളുടെ ഫലം നൽകുന്നവനുമായ ശനി ഭഗവാൻ മീനം രാശിയിൽ വക്രഗതിയിലാവുകയാണ്. ഇത് കൃത്യമായി പറഞ്ഞാൽ 2026 ജൂലൈ മാസം 27 തീയതി അർദ്ധരാത്രി മുതൽ ഈ 2026 ഡിസംബർ 11 പുലർച്ചെ സൂര്യോദയം വരെ, അതായത് കൃത്യം 137 ദിവസങ്ങൾ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങളുടെ നക്ഷത്രവും ശനിയുടെ ഇപ്പോഴത്തെ ചലനവും തമ്മിൽ വളരെ വലിയ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ ഇതിൽ പറയാൻ പോകുന്ന ഭാവങ്ങളിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് കുബേരയോഗം നൽകി അനുഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ ശനി ഒരു പാപഗ്രഹമാണെങ്കിലും ജാതകത്തിൽ അത് ചില പ്രത്യേക ഭാവങ്ങളിൽ വരുമ്പോൾ, അതായത് 3, 6, 11 എന്നീ ഉപജയസ്ഥാനങ്ങളിൽ വരുമ്പോൾ, അതായത് സഞ്ചരിക്കുമ്പോൾ രാജയോഗത്തിന് തുല്യമായ ഫലങ്ങളാണ് ആ ജാതകന് ലഭിക്കുക. അതുപ്രകാരം ഈ കർക്കിടക വാവോടുകൂടി ശനിദോഷങ്ങളെല്ലാം പൂർണ്ണമായി മാറി തങ്ങളുടെ ഇതുവരെയുള്ള ആ നഷ്ടപ്പെട്ട ജീവിതം ഇനി തിരികെ പിടിക്കാൻ പോകുന്ന 2 രാശികളായി വരുന്ന 6 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇനി ക്രമമായിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ രാശി തുലാം രാശി. തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി, ചോതി നക്ഷത്രം, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം എന്നീ 3 നക്ഷത്രക്കാർക്കാണ് ഈ വലിയ കുബേരയോഗം വന്നു ചേരാൻ യോഗം കാണുന്നത്. എന്തുകൊണ്ട് തുലാം രാശിക്കാർക്ക് ഇത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ശനി സഞ്ചരിക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. ഓർക്കുക, ഇത് പ്രത്യേകിച്ചും നിങ്ങളുടെ ഈ 6ാം ഭാവത്തിൽ വക്രഗതിയിൽ ശനി വരുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പറയാൻ കാരണം 6ാം ഭാവം എന്നത് രോഗം, ശത്രുത, കടബാധ്യത എന്നിവയെ സൂചിപ്പിക്കുന്ന ആ ഒരു ഭാവമാണ്. എന്നാൽ ഈ സ്ഥാനത്ത് ശക്തനായി ശനി ഭഗവാൻ കടന്നു വരുമ്പോൾ നിങ്ങളുടെ സകല ശത്രുക്കളെയും ശനി ഇല്ലാതാക്കുന്നു. അതുമാത്രവുമല്ല, നിങ്ങളുടെ കടബാധ്യതകളെ മുഴുവൻ വേരോടെ പിഴുതെറിയാനുള്ള സാഹചര്യങ്ങളും ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും. ഇത് പ്രത്യേകിച്ചും ഈ ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയും അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചകളിലൂടെയൊക്കെ ആയിരിക്കും കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ജൂലൈ 27 ശേഷമുള്ള ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ച ആ 137 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക തന്നെയും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. വിദേശത്തേക്ക് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് വിസയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ തകർക്കാൻ കാത്തു നിന്ന ആ ശത്രുക്കൾ പോലും നിങ്ങളെ കണ്ട് ഭയക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം സംജാതമാകും. കോടതികളിലോ മറ്റ് നിയമപരമായ കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ കേസുകൾ ഓൾറെഡി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പരിപൂർണമായ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് മുൻപെങ്ങും ഇല്ലാത്ത വിധം ഓർഡറുകൾ ലഭിക്കാനും വലിയ സാമ്പത്തിക ലാഭം കൊയ്യാനും ഉറപ്പായിട്ടും സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരികെ വരുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഈ വാവുബലിയോടുകൂടി നിങ്ങളുടെ കുടുംബത്തിലെ പിതൃദോഷങ്ങൾ മാറുന്നതും ഒപ്പം 6ാം ഭാവത്തിലെ ശനിയുടെ ആ വക്രഗതിയും നിങ്ങളെ ഒരു കുബേരനാക്കി മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി 2ാമത്തെ രാശിയായിട്ട് കിട്ടിയിരിക്കുന്നത് മകരം രാശി. മകരം രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 3/4 ഭാഗം, തിരുവോണം നക്ഷത്രം, അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ 3 നക്ഷത്രക്കാർക്കാണ് ശനി ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത്. ഇവിടെയും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശനിക്ക് നിങ്ങളുടെ നക്ഷത്രവും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം അത് വളരെ വലുതാണ്. അതെന്തുകൊണ്ടെന്നാൽ മകരം രാശിയുടെ അധിപൻ തന്നെ ശനി ഭഗവാനാണ്. അതുമാത്രവുമല്ല, നിങ്ങളുടെ ലഗ്നാധിപനും 2ാമത്തെ ഭാവാധിപനുമായിട്ടുള്ള ശനി നിലവിൽ നിങ്ങളുടെ 3ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ 3ാം ഭാവത്തിൽ ശനി വരുമ്പോഴാണ് നിങ്ങൾക്ക് അസാമാന്യമായിട്ടുള്ള ധൈര്യവും പ്രതാപവും സാമ്പത്തിക നേട്ടവും വന്നു ചേരുന്നത്.
ഈ മൂന്നാം ഭാവം എന്നത് വീര്യം, ധൈര്യം, അതുപോലെ തന്നെ സഹോദരങ്ങൾ, ആശയവിനിമയം എന്നിവയുടെ ആ ഒരു സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മടിയും ആലസ്യവും മാറി വലിയൊരു കർമ്മോത്സുകത ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നെത്തും. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ 100% കാര്യവിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. മാത്രവുമല്ല, നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ വില ലഭിക്കും. വളരെ കാലമായി മുടങ്ങിക്കിടന്ന വലിയ പ്രോജക്റ്റുകൾ അത് വീണ്ടും നിങ്ങൾക്ക് പുനരാരംഭിക്കാൻ സാധിക്കും. അതുവഴി ലക്ഷങ്ങളുടെ ലാഭം വരെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അതുമാത്രവുമല്ല, സാമ്പത്തികമായി പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനമുണ്ടാകും. മാത്രവുമല്ല, നിങ്ങൾക്ക് വലിയൊരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആഗ്രഹം നിങ്ങൾ കുറേ കാലമായിട്ട് കൊണ്ടു നടക്കുന്നതാണെങ്കിൽ അതിനുള്ള പണം അവിചാരിതമായി, അതായത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത്, കർമ്മമേഖലയിൽ നിങ്ങൾക്ക് അർഹിച്ച പ്രമോഷൻ ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങളും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗമുണ്ടായിത്തീരും. അത് പ്രത്യേകിച്ചും ഈ കർക്കിടകവാവ് ദിനത്തിൽ പിതൃക്കളെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഈ മൂന്നാം ഭാവത്തിലെ ശനിയുടെ ഗുണഫലങ്ങളെ 1000 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഈ ശനിയുടെ വക്രഗതി സമയത്ത് ശനി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുമായി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കാരണവശാലും അഹങ്കാരം കാണിക്കരുത്. കർക്കിടകവാവ് ദിനത്തിൽ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്യാൻ യാതൊരു കാരണവശാലും മറന്നു പോകുകയും അരുത്. ഇത് പറയാൻ കാരണം, പിതൃക്കളുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യവും നമുക്കതിൻ്റെ ആ ഒരു പരിപൂർണതയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം ഈ ശനിദോഷങ്ങൾ പൂർണ്ണമായി മാറി ഈ കുബേരയോഗം നിലനിർത്താനായി മാസത്തിൽ വരുന്ന ആ 4 ശനിയാഴ്ചകളിലും ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുകൂടാതെ പാവപ്പെട്ടവർക്ക് അന്നദാനമോ അല്ലെങ്കിൽ വസ്ത്രമോ അല്ലെങ്കിൽ മരുന്നോ വാങ്ങി നൽകുന്നത് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അത്യുത്തമമായിരിക്കും. അതുകൂടാതെ ഈ കർക്കിടക മാസം 15-ാം തീയതി വരുന്ന മൃത്യുഞ്ജയ ഹോമത്തിൽ നിങ്ങൾ പേരും ജന്മനക്ഷത്രവും തന്ന് പങ്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.